കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗങ്ങൾ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി MP ആയി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടെം സ്പീക്കർ പാനലിന്റെ ഭാഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വിസമ്മതിച്ച മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ നിന്നുള്ള MPമാർക്കൊപ്പമാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. ജനകീയ പ്രശ്നങ്ങളിൽ ഉത്തരവാദിത്തത്തോടെ ഇടപെടുമെന്നാണ് പുതുമുഖങ്ങളായ ഷാഫി പറമ്പിലിന്റെയും K രാധാകൃഷ്ണന്റെയും ഉറപ്പ്. കർണാടക MPമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈകിട്ട് 4 മണി മുതലാണ് കേരളത്തിലെ MPമാരുടെ സത്യപ്രതിജ്ഞ. മണ്ഡലത്തിന്റെ ക്രമനമ്പർ പ്രകാരം ആദ്യം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും അവസാനം തിരുവനന്തപുരം MP ശശി തരൂരും സത്യപ്രതിജ്ഞ ചെയ്യും. വയനാട്ടിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ രാജി അംഗീകരിച്ചതോടെ 19 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. മന്ത്രിസഭാ അംഗമായതിനാൽ തൃശൂർ MP സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. കൃഷ്ണ ഗുരുവായൂരപ്പ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. നിയമസഭയിലെ അനുഭവസമ്പത്തുമായി ലോക്സഭയിലേക്ക് എത്തുന്ന ഷാഫി പറമ്പിലിനും K രാധാകൃഷ്ണനും പുതിയ ദൌത്യത്തിൽ പൂർണ്ണ ആത്മവിശ്വാസം. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് രാജ്യത്തെ ജനത ഇവിടുത്തെ ജനാധിപത്യം ശക്തമായി നിലനിൽക്കണമെന്ന് തീരുമാനിച്ച ഒരു ഘട്ടം. അപ്പം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനാധിപത്യ ശബ്ദമാവാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം പാർലമെന്റിനകത്തുണ്ടാകും. പ്രതിപക്ഷം കുറെ കൂടി കരുത്തോടു കൂടിയാണ് ഈ സഭയെ നേരിടാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷത്തിന്റെ നയങ്ങളും അതുപോലെ തന്നെ രാജ്യത്തിന്റെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോയിലായിരുന്നു കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിലേക്ക് യാത്ര തിരിച്ചത്. പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിനാൽ സ്പീക്കർ ചെയറിന്റെ ഇടതുഭാഗത്ത് ആദ്യ സീറ്റിലാണ് മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്ഥാനം. രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് എന്നിവരാണ് മുൻനിരയിൽ കൊടിക്കുന്നിൽ സുരേഷിനൊപ്പമുള്ളത്. റിപ്പോർട്ടർ, ദില്ലി.